വേണു പറമ്പത്ത് ഉജ്ജയിനി യൂട്യൂബ് ചാനലിൻ്റെ ഉടമ. ഏകദേശം ഒരു 13 വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം ഞങ്ങൾ ഈ സോഷ്യൽ ഫോറസ്റ്റിൽ വെച്ചിട്ട് മറ്റേ നക്ഷത്രവനമുണ്ട്. നക്ഷത്രവനത്തിൽ ചുറ്റുപാടും വൃത്തിയാക്കുന്നൊരു പരിപാടി എൻ്റെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മ സംഘടനയും ഈ സ്കൂളിലെ രഞ്ജിത്ത് മാഷ കൂടെയുള്ള കുട്ടികളെല്ലാം ചേർത്ത് ഒരു പരിപാടി 13 വർഷം നടത്തിയിരുന്നു. ആ പരിപാടി നടത്തിയതിന് ശേഷം ഞാൻ പിന്നെ എൻ്റെ കൊയിലാണ്ടിയിൽ ഉജ്ജയിനി സ്ഥാപനം ഉണ്ടാക്കി അങ്ങനെ കുറേ പരിപാടിക്കായിട്ട് അങ്ങനെ പോയതുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടി കുറച്ച് സാധ്യത കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ ആയിരിക്കുകയാണ് ഇപ്പോൾ അടുത്ത കാലത്ത് ഈ മാതൃ പത്രത്തിൽ ഈ രഞ്ജിത്ത് മാഷ് ഈ പൃഥ്വി റൂട്ട്സ് എന്ന സംഘടനയെ പറ്റി അവർ സ്ഥിരമായിട്ട് മുത്തങ്ങ കാട്ടു പോയിട്ട് ആഴ്ചയിൽ ഒരു പരിപാടി അവിടെ പോയിട്ട് അവിടുത്തെ മഞ്ഞക്കൊന്ന എന്ന പകർന്നതാവുന്ന ഒരു വിദേശ സസ്യം തോന്നും കാട്ടിൽ പടർന്നു പിടിക്കുന്ന ഒരു വിദേശ സസ്യത്തെ റിമൂവിൻ്റെ പരിപാടി സ്ഥിരമായിട്ട് പോയി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഞാൻ അറിഞ്ഞു. അദ്ദേഹം ആദ്യം പരിചയമുള്ള കൊണ്ടും അദ്ദേഹരുടെ ഈ പരിത്യാഗത്തിലൂന്നി എന്താ വെച്ചാൽ ഒരു സംഭവം ഭഗവത്ഗീതയിലും ഒക്കെ പറയുന്ന മാതിരി കർമ്മണി വാദികത്തെ മാ ഫലേഷ കഥാചന എന്നുള്ള സൂത്രത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഫലങ്ങളൊന്നും ചിന്തിക്കാതെ പോയി പ്രവർത്തിക്കുന്ന ഒരു പരിപാടി ഞാൻ കണ്ടത്. അതുകൊണ്ട് അത് ഒന്ന് ഇങ്ങനെ നമ്മളെ യൂട്യൂബിൽ ചാനലിൽ അതൊന്ന് പകർത്തണമെന്ന് തോന്നി. കാരണം അത് നമ്മുടെ ഭാവിയിൽ ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ കുറേ പരിത്യാഗത്തിലൂന്നിയ കുറേ പ്രവർത്തകരുണ്ടാകേണ്ടത് ഈ കേരളത്തിൻ്റെ പ്രകൃതി സംരക്ഷിക്കാനും അതുപോലെ പല കാര്യത്തിന് ആവശ്യമായതുകൊണ്ട് അതൊന്നും ചെയ്യണം തോന്നി. അങ്ങനെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഈ നമ്മുടെ ആദ്യമായി രഞ്ജിത്ത് സ്റ്റാർ ഇവിടെ ഇരിക്കുന്നത് എല്ലാവരും ഒന്ന് സ്വയം ആദ്യം പരിചയപ്പെടുന്നതല്ലാണ്. ഇത് രഞ്ജിത്ത് സ്റ്റാറുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ സംഘടനയുടെ ഈ സ്കൂൾ വിട്ട് ഇത് കോളേജിൽ സ്കൂൾ പഠിക്കുന്നവരല്ലാത്ത സംഘടന ഉണ്ടാകുക. സ്കൂൾ വിട്ട് കഴിഞ്ഞാലും പുറത്തുള്ള വിദ്യാർത്ഥികളോട് വന്ന് ഈ സംഘടനയിൽ ഈ വൃത്തി റൂട്ട്സിൽ വന്ന് പ്രവർത്തിക്കുക പറഞ്ഞാൽ അത് ഞാൻ അങ്ങനെ നേടെ കേട്ടിട്ടില്ല. അത് ഒരു വളരെ പ്രത്യേകതയുള്ള സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. രണ്ടാമതായിട്ട് ഈ പൃഥ്വി റൂട്ട്സ് ഈ വനം നശീകരിക്കുന്ന എല്ലാ ആഴ്ചയും പോയി ചെയ്യാന്ന് ഈ പൃഥ്വി റൂട്ട്സ് പറഞ്ഞ എന്ന സംഘടനയല്ല, വേറെ ഇൻഡിപെൻഡൻ്റ് സംഘടനയാണ്. അതായത് നമ്മുടെ സ്കൂളിൽ പൃഥ്വി പരിസ്ഥിതി കൂട്ടായ്മ എന്ന് പറഞ്ഞ ഒരു ക്ലബ്ബുണ്ട്. ദേശീയ ഹരിതസേനയിലൊക്കെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള അതിൽ നമ്മുടെ രജിസ്റ്റേർഡാണ്. ആ ക്ലബ്ബിൽ നിന്ന് പരിസ്ഥിതി ക്ലബ്ബിൽ നിന്ന് കഴിഞ്ഞു പോകുന്ന കുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞു പോകുന്ന കുട്ടികൾ 10ാം ക്ലാസ് വരെ ഇവിടെ പ്രവർത്തിക്കണം. അങ്ങനെ അതിൻ്റെ സർട്ടിഫിക്കറ്റും വാങ്ങി പുറത്തു പോകുന്ന കുട്ടികൾ നമ്മുടെ കോഴിക്കോട് ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സംഘടന രൂപീകരിച്ച 2010 പൃഥ്വി റൂട്ട് എന്ന പേരിൽ. അപ്പോൾ ഇതിന്ന് കഴിഞ്ഞു പോകുന്ന കുട്ടികളാണ് ആ സംഘടനയിൽ ഉണ്ടാവുക. ഇപ്പോൾ +1 തൊട്ട് ഒരു 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഈ വർഷമാണെങ്കിൽ +1 ചേരുന്ന കുട്ടിയാണ് ഏറ്റവും ജൂനിയർ. ഏറ്റവും സീനിയർ എന്ന് പറയുന്നത് 33 വയസ്സ് വരെയാണ്. കാരണം ഒരു 18 വർഷമായി നമ്മുടെ പരിസ്ഥിതി ക്ലബ്ബ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ അതിലുണ്ടാവും. അപ്പം ഇതിൽ അദ്ദേഹത്തിൻ്റെ കൂടെ സഹപ്രവർത്തകരായിട്ടുള്ള അദ്ദേഹത്തോട് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്കൊന്ന് പരിചയപ്പെടണം. ആദ്യം അവരെ പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുക. പിന്നെ അവർ സംഘടനയായിട്ട് എങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് ഒന്ന് പറയുക. ഒറ്റ കേൾക്കില്ല. ഞാൻ ഇവിടെ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാനിപ്പം പൃഥ്വി റൂട്ടിൻ്റെ ട്രഷററാണ്. എൻ്റെ പേര് അഭിജിത്ത്. ഞാനൊരു ബിരുദധാരിയാണ്. ഇപ്പോൾ പൃഥ്വി റൂട്ടിലൊരു മെമ്പറാണ്. ഞാൻ റൂട്ടിലെ മെമ്പറാണ്. ഡിഗ്രി തേർഡ് ഇയറാണ്. എൻ്റെ പേര് കാശിനാഥ്. ഞാൻ എൻ്റെ പേര് അക്ഷര. ഞാൻ ഇപ്പം ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. എൻ്റെ പേര് നീരജ എന്നാണ്. ഞാനിപ്പോൾ MSc ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൃഥ്വിയുടെ മെമ്പറാണ്. മുത്തങ്ങ പോയി ഉള്ള ഒരു അനുഭവം ഒന്ന് പറയാം. എവരും പറയാം. നമ്മൾ മാർച്ചിലാണ് മുത്തങ്ങയിൽ പോകുന്നത്. ആദ്യമായിട്ട് പൈലറ്റ് ടീമായിട്ട് പോകുന്നത്. നമ്മൾ പ്രവർത്തനം എല്ലാം തുടങ്ങുന്നതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ അവിടെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഏത് രീതിയിലായിരിക്കും നമ്മളിത് കൊണ്ടുപോകേണ്ടത്, നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടണം, അതേപോലെ നമ്മളുടെ യാത്രയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് പൈലറ്റ് ടീം ആദ്യമായിട്ട് പോകുന്നത്. ഈ മാർച്ച് 2ാമത്തെ ആഴ്ചയായിരുന്നു. പിന്നീട് ഇപ്പോൾ വരെ 9 ഘട്ടം നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ വെള്ളിയാഴ്ച വൈകുന്നേരം നമ്മളവിടെ പോകും. ശനി ഞായർ ഈ 2 ദിവസം നമ്മൾ പ്രവർത്തിക്കും. പിന്നീട് ഞായറാഴ്ച ഉച്ചയ്ക്ക് നമ്മൾ അവിടുന്ന് തിരിക്കുകയാണ് ചെയ്യാറ്. നമ്മളെ കാര്യമായിട്ടുള്ള പരിപാടി എന്താ വെച്ചാൽ 2 കൂട്ടരുണ്ടാവും. ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ മരത്തിൻ്റെ തൊലി റിമൂവ് ചെയ്യും. 50 സെൻറ്റിമീറ്റർ ഉയരത്തിൽ നിന്നും കട്ട് ചെയ്ത് താഴെ വേര് കാണുന്ന ഭാഗം പോലും വൃത്തിയായി തൊലി പോക്കണം. ചെറിയൊരു തൊലി ഉണ്ടെങ്കിൽ പോലും അവിടുന്ന് പുതിയ തളിര് മുളച്ച് വരും. അപ്പോൾ അത്രയും വൃത്തിയായി സൂക്ഷ്മമായിട്ടാണ് ഇത് ചെയ്യേണ്ടത്. പിന്നെ മറ്റൊരു കൂട്ടം ഇവിടുന്ന് മണ്ണെടുത്തിട്ട് ഇത് ഫുള്ള് കവർ ചെയ്യണം.
നമ്മൾ അവിടുത്തെ മണ്ണല്ല യൂസ് ചെയ്യുന്നത്, കുറച്ച് മാറിയിട്ട് ഇതില്ലാത്ത ഭാഗത്തുനിന്ന് മണ്ണെടുത്തിട്ടാണ് ഇതിൻ്റെ മുകളിൽ കൊണ്ടുപോയിടുന്നത്. നമ്മൾ തൊലി ഒഴിവാക്കിയ ഡീബാർക്ക് ചെയ്ത മരത്തിൽ. പിന്നെ നമ്മൾ ആദ്യഘട്ടത്തിലൊക്കെ മരം വെട്ടിക്കൊണ്ടുണ്ടായിരുന്നു, നമ്മളെ കൊടുവാളും മഴുവൊക്കെ വെച്ചിട്ട്. നമുക്ക് ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്നും മരം മുറിക്കാനുള്ള പെർമിഷൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, നമ്മളെ ചെയിൻസോ, നമുക്ക് ദർശനം സാംസ്കാരിക വേദിയുടെ ഭാഗത്തുനിന്ന് ഒരു ചെയിൻസോ ലഭിച്ചിരുന്നു. അത് ഉപയോഗിക്കാൻ പറ്റിയില്ല മറ്റ് ചില കാരണങ്ങൾ കൊണ്ട്. പക്ഷേ അത് പിന്നീട് നമുക്ക് അനുവദിച്ച് തരാമെന്ന് ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് വാക്കാലുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ഇനി ഒരു ഓർഡറായിട്ട് വരാൻ സമയമെടുക്കും. ഇപ്പോൾ നമ്മൾ ഡീബാർക്ക് ചെയ്യുന്ന പ്രവർത്തനം കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ മഴക്കാലമാണ്, മഴക്കാലത്ത് നമുക്ക് ഡീബാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ പുതുതായിട്ട് മുളച്ച് വരുന്ന മുളകൾ കൈകൊണ്ട് പറിച്ചെടുക്കുകയാണ് ചെയ്യുക. അതിന് എല്ലാ മാസവും നമ്മൾ ഒരു ആഴ്ചയിൽ 2 ആഴ്ചയിൽ പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് പറഞ്ഞത്. ഇവിടുന്ന് ട്രാൻസ്പോർട്ട് കോഴിക്കോട് പോകുന്നല്ലേ? അതെ, ഇങ്ങോട്ടെങ്ങനെ ബസ് KSRTC പൈസ കൊടുക്കണ്ടേ? പൈസ കൊടുത്തിട്ടാണ് നമ്മൾ പോവാം അല്ലേ? ഇങ്ങോട്ട് പൈസ നമ്മൾ തന്നെയാണ് ചെലവെടുക്കുന്നത്. നമ്മുടെ കുട്ടികളുടെ ചിലപ്പോൾ നമുക്കാർ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ഇത് ഫണ്ട് ചെയ്യുന്നുണ്ടാവില്ലേ? നമ്മൾ യാത്രാ ചെലവൊക്കെ അവനവർ തന്നെ എടുക്കാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളവിടെ ഭക്ഷണത്തിൻ്റെ ചിലവ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്ക് അത്രയും വലിയൊരു ധനസഹായം ഇല്ല. ഇപ്പൊ യാത്രക്ക് അവനാ എടുക്കും. പിന്നെ KSRTC അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ ഒരു 300 രൂപ ചിലവാകും ഒരാൾക്ക്. പിന്നീട് ഫുഡാണല്ലോ, ഫുഡ് നമ്മളെ പൊതു ഫണ്ട് ഉണ്ട്, റൂട്ടിനൊരു ഫണ്ട് ഉണ്ട്, മെമ്പർഷിപ്പ് ഫീസ് വഴിയുള്ള ഫണ്ട്, അതിൽ നിന്ന് എടുക്കും. മെമ്പർഷിപ്പ് ഫീസ് ആയിട്ടുള്ള ഫണ്ടേ ഉള്ളൂ. പിന്നെ ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മളെ പുറമെയൊക്കെ ഉണ്ട് ജോലിയുള്ളവർ, കുറച്ച് ഇന്ത്യക്ക് പുറമൊക്കെ ജോലിയുള്ളവരും അതിന് ഇവിടെയും അത്യാവശ്യം നല്ല ജോലിയുള്ളവരൊക്കെ കുറച്ചധികം പൈസ ഫണ്ടിലേക്ക് തന്നിട്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ മുത്തങ്ങ ഗേറ്റ് കഴിഞ്ഞാൽ നമുക്ക് കാട്ടിനുള്ളിലാണ് ചെയ്യുന്നത്. പിന്നെ കാട്ടിനുള്ളിലേക്ക് നമുക്ക് വണ്ടി നമ്മളുടെ പെർമിഷൻ ഇല്ലല്ലോ. പിന്നെ അവിടുന്ന് അവരുടെ ബസ് കുട്ടികൾ എണ്ണം അനുസരിച്ച്, അപ്പോൾ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച്, എണ്ണം 20ൻ്റെ മുകളിലാണ് ബസ് വരും. ഒരു 10 പേര് 11 പേരാണെങ്കിൽ അവരെ ജീപ്പിൽ കൊണ്ടുപോകും. എന്നിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്പോട്ടിലാണ്. നമ്മളെ ഗേറ്റിൽ നിന്നൊരു 5-6 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ? 5-6 കിലോമീറ്റർ ഉള്ളിലാണ് നമ്മൾ കാട്ടിനുള്ളിലാണ് വർക്ക് ചെയ്യുന്നത്. അതിനുള്ള പിന്നെ സൗകര്യം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ നമ്മളെ കൂടെ നമ്മളെ സെക്യൂരിറ്റിക്ക് 2 ഗാർഡുമാരെ അവർ വിടും, 2 വാച്ചർമാരെ വിടും. പിന്നെ അവിടെ ഭക്ഷണം പാകം ചെയ്യാനുള്ള കുക്ക്, അദ്ദേഹത്തിനെ പാകം ചെയ്യാൻ വേണ്ടി. പക്ഷേ ഭക്ഷണം പാകം ചെയ്യാനുള്ള സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിക്കൊടുക്കണം. കാരണം ഡിപ്പാർട്ട്മെൻറ്റിന് അടുത്ത് അതിനൊന്നും ക്യാഷ് ഇല്ല, അതിനൊരു പ്രത്യേക ഫണ്ടില്ല. അത് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. അവർക്ക് ഫണ്ടുള്ളത് ഈ മഞ്ഞക്കൊന്ന റിമൂവിന് വേണ്ടിയിട്ട് അവർക്ക് ഫണ്ടുള്ളത് പിന്നെ വലിയൊരു ടെൻഡർ വിളിച്ചിട്ട് ചെയ്യാനുള്ള ഫണ്ടാണ്. വലിയ ടീം ടെൻഡർ വിളിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് ഈ ഒരു സംഭവം. ആദിവാസികളൊക്കെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ മാതൃഭൂമിയിലുണ്ട്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പിന്നെ അവരെ ഫണ്ടല്ല, അത് ഒരു വലിയ ടീമാണ്. അവർ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. അത് മീര എന്ന് പറഞ്ഞിട്ട് അവരുടെ നേതൃത്വത്തിൽ NGO. അവരെ സത്യത്തിൽ ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങാനുള്ള ഒരു കാരണം അവരാ. ഒരു കാരണം അവര് 3 വർഷമായിട്ട് തോൽപ്പെട്ടിയിൽ അവര് 3 വർഷമായിട്ട് തോൽപ്പെട്ടിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ മഞ്ഞക്കൊന്ന് നമുക്ക് അറിയെങ്കിലും ഇവരിങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് വർക്ക് നടത്തുന്നത് ഞങ്ങൾക്കൊരു ഇതായിട്ടുണ്ട്. ഞങ്ങൾ അതിനു വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഇവിടെ അടുത്ത് പോയി ഇവരെ വർക്ക് ചെയ്യുന്ന സ്ഥലം പോയി അവരുടെ കൂടെ കുറച്ചു നേരമൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ കുറച്ച് നേരം വർക്ക് ചെയ്തിരുന്നു. അവരെങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടു. പക്ഷെ ആ ഒരു വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് മെഷീനറീസ് വേണം, പിന്നെ വലിയ ഫണ്ട് വേണം. അപ്പോൾ അത് നമുക്ക് പറ്റില്ല. അത്രയും വലിയ ഫണ്ട് അവരിപ്പം തന്നെ ഈ പത്രത്തിലുള്ള തന്നെ 2.5 കോടി രൂപയോളം അവർ ഇതിനു വേണ്ടി ചിലവാക്കി കഴിഞ്ഞു. പല മേഖലയും എല്ലാ ദിവസവും അവിടെ പ്രവർത്തിക്കുന്നു. അവര് വലിയൊരു NGO ആണ്. അവര് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചിട്ട് വർക്കുകൾ ചെയ്യുന്ന ഒരു ടീമാണ്. അവർക്ക് വേറെ ഫണ്ടിങ്ങും അവർ സ്വരൂപിക്കുന്നുണ്ട്. നമ്മളിങ്ങനത്തെ കാര്യത്തിലൊക്കെ നമുക്ക് പ്രൊജക്ട് പ്രപ്പോസൽ കൊടുത്താൽ ഫണ്ടിങ് കിട്ടുമല്ലോ. സ്കൂളിലാണെങ്കിലും ഇപ്പം നമ്മൾ കൊടുത്താൽ ചിലപ്പോൾ കിട്ടും. പക്ഷെ അവരുടെ വിശ്വാസ്യത ആർജിച്ച ഒരു ടീമായതുകൊണ്ട് ഒരു വേറെ പിന്നെ താല്പര്യ കക്ഷികളൊക്കെ കൊടുക്കുന്നുണ്ടാവാം. അങ്ങനെയാണ് അതിനകത്ത് ഇന്നത്തെ പത്രത്തിലുള്ളത്. അവർ മാത്രമല്ല അതിന് വേറൊരു ഇതും കൂടി ഉണ്ട് അവർ ചെയ്യുന്നതിന്. കാരണം പിന്നെ അവരുടെ വർക്ക് എന്ന് പറയുന്നത് ആദിവാസികളെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ആദിവാസികൾക്ക് ഒരു ജോലിയാവാണ് അവിടെ. അവർ കൂലിക്ക് പൈസ കൊടുത്തിട്ടേ അതൊന്നും നമ്മളെ നമ്മടത്തോളം നടക്കില്ല. ഞങ്ങളുടെ അധ്വാനം അതാണ് നമ്മളെ. എങ്കിൽപ്പോലും ഒരു ആഴ്ച ഇത്രയും പൈസ ലഭിക്കുക എന്ന് പറഞ്ഞാൽ വരുന്നത് ഒരേ ജഡ്ജസ് തന്നെയാണ്.
അങ്ങോട്ട് പോകണം ട്രാൻസ്പോർട്ട് ആണ്. നമ്മളെ റൂട്ടിൽ ഇപ്പോൾ 200 പേരുണ്ട്. അപ്പോൾ ഓരോ ടീമായിട്ടാണ് പോവാം. പക്ഷേ എല്ലാത്തിലും വന്നവരുണ്ട്, ഒന്നിൽ മാത്രം വന്നവരുണ്ട്, 4-5 വന്നവരുണ്ട്. അങ്ങനെ ഓരോ ആഴ്ചയിലും ഓരോരുത്തരുടെ ലീവ് എത്രയാണോ അതിനനുസരിച്ച് ലീവ് മുൻകൂട്ടിയൊക്കെ കൊടുക്കണമല്ലോ. അങ്ങനെ കൊടുത്ത് പാസ്സാവുന്നവർ വരിക. അതിൽ സ്റ്റുഡൻസ് ഉണ്ട്, ജോലിയുള്ളവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് പോകുന്നത്. പിന്നെ ബൈക്കിൽ അവിടെ രാത്രി എത്തുന്നവരുണ്ട്. അല്ല, കാട്ടിൽ പോകുന്ന സമയത്ത് ഈ കാട്ടിലെ മൃഗങ്ങളുണ്ടാവില്ല, ആന അതിനെപ്പറ്റി അതുമായിട്ട് നമ്മൾ നേരിടേണ്ട വിഷയമൊന്നും വരില്ല. ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങള് മാന്യം വലിയ ആനേനൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ അവരൊന്നും ശല്യം ചെയ്തിട്ടില്ല. അവർക്ക് ചിലപ്പോൾ ഒരു സ്നേഹം ഉണ്ടാവും, ഒരു നന്നാക്കാൻ വന്നാന്നുള്ളൊരു തോന്നലുണ്ടായിരിക്കും. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഒരു ആനക്കൂട്ടം ഉണ്ടായിരുന്നു താഴെ, നമ്മളെ കുറച്ച് ദൂരെയായിട്ട്. കാട്ടിനിടയിലാണ്, ഞങ്ങൾ കണ്ടില്ല. അപ്പോൾ വാച്ചർ ഞങ്ങളോട് പറഞ്ഞു അവിടെ ശ്രദ്ധിക്കണം, ആനക്കൂട്ടം വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിതിന്റെ ഒച്ച കേട്ടിട്ടായിരിക്കും അവർക്ക് അത് കയറി പോയി. ഞാനവിടെ സെയിൽസിലാണ്, ചെക്ക് പോസ്റ്റ് പുത്തങ്ങ, അവിടെ 4 ദിവസം വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ പിന്നെ വേറെ ഇപ്പം നിങ്ങളെ വൃത്തിയിട്ട് ഈ ഒരു പരിപാടി വേറെ എന്തെങ്കിലും പരിപാടി വൃത്തിക്കുണ്ടോ? അല്ല, നമ്മള് പിന്നെ ഒരുപാട് പരിപാടികൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. അതിൽ കാരപ്പറമ്പ് ഒരു വലിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. കാരപ്പറമ്പ് ബൈപ്പാസ് റോഡില് നമ്മള് വൃത്തി പരിസ്ഥിതി കൂട്ടായ്മയിൽ ഇവർ ചെറുപ്പത്തിൽ പഠിക്കുമ്പോഴാണ്, ഇതിലെ സീനിയേഴ്സ് ചെറുപ്പത്തിൽ പഠിക്കുമ്പോഴാണ് തണൽ മരങ്ങൾ നട്ടത്. ഏകദേശം 900ഓളം മരങ്ങൾ നാട്ടുകാർ ഞങ്ങളും ചേർന്ന് നട്ടിട്ടുണ്ട് 2 ഭാഗത്തായിട്ട്. കാരപ്പറമ്പ് ബൈപ്പാസ് 2-2.5 കിലോമീറ്റർ ദൂരത്തിൽ. ആ, കനാലിന്റെ സൈഡിൽ കൂടെ, കനോലി കനാൽ പോകുന്നതിന്റെ സൈഡിലുള്ള റോഡാണ് ബൈപ്പാസ്. ആ, അത് പിന്നീട് 2018 കാലഘട്ടത്തിൽ അവിടെ ഓട വേണം, നടപ്പാത വേണം എന്നുള്ള പേരൊക്കെ വെച്ചിട്ട് ഈ മരങ്ങൾ മുറിക്കണം എന്നുള്ള രീതിയിലേക്ക് വന്നു. അപ്പോൾ അത് ഞങ്ങൾ അറിഞ്ഞിട്ട് അത് നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നു. കാരണം ഒന്നാമത് ഞങ്ങളത് സോഷ്യൽ ഫോറസ്ട്രിയുടെ സഹകരണത്തോടെയാണ് ചെയ്തത്. ആ ഒരു ഇത് മരങ്ങൾ നട്ടത് മാത്രമല്ല, ഇവിടുന്ന് നമ്മളെ മീൻചന്ത സ്കൂളിൽ നിന്ന് ഏകദേശം മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസം ഞങ്ങൾ പിന്നെ വലിയ ടാങ്കിനകത്ത് വെള്ളം നിറച്ച് കൂട്ടോട്ടോറിക്ഷയിൽ വെച്ചിട്ട് ഒരു 2-3 വർഷത്തോളം ഞങ്ങൾ വേനൽക്കാലത്ത് പോയി നനയ്ക്കായിരുന്നു. ഇത്രയും ദൂരം 15 കിലോമീറ്റർ ദൂരം അവിടെ പോയിട്ട് നനച്ചിട്ടൊക്കെ വളർത്തി കൊണ്ടുപോകാം. അപ്പോൾ അതിന് ഞങ്ങൾക്കൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുമല്ലോ, അത് നഷ്ടപ്പെട്ടിരുന്നു. പിന്നെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഈ 2.5 കിലോമീറ്റർ ദൂരത്തിൽ ഇങ്ങനെ ഗുഹമാരി ഇപ്പോൾ നിൽക്കുക. പണ്ട് രാമനാട്ടിലെ ബൈപ്പാസ് റോഡിൽ നിന്ന മാതിരി എല്ലാം നല്ല തണലാണ്, നല്ല തണുപ്പാണ്. നമ്മളെ മാവൂർ റോഡിൽ നിന്നൊക്കെ പോയി ആ ഭാഗത്തേക്ക് കയറുമ്പോൾ ശരിക്കും മെയിൻ റോഡിൽ നിന്ന് കാരപ്പുറമ്പ് അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ആ വ്യത്യാസം മനസ്സിലാവും. നല്ല തണുപ്പാണ്. അപ്പോൾ അത് നഷ്ടപ്പെടാൻ പറ്റില്ലല്ലോ. പ്രൊട്ടസ്റ്റ് ചെയ്ത് ഒരുപാട് ഇഷ്യൂസിൻ്റെ നാട്ടുകാരും രാഷ്ട്രീയ സംഘടനകളും ഒക്കെ ഞങ്ങളുടെ കൂടെ വന്നു. ഓട്ടോറിക്ഷ, ബസ്സുകാരൊക്കെ കൂടെ നിന്നു. അവസാനം കൃഷി കമ്മിറ്റിയൊക്കെ ഇടപെട്ടു, മേയർ വന്ന് നോക്കി. അങ്ങനെ ഭീഷണി എന്നുള്ള ലെവലിൽ തോട്ടത്തിൽ രവീന്ദ്രൻ സാറ് ഞങ്ങളെ കൂടെ നിന്നു. ഒരു ഭീഷണിയായിട്ടുള്ള, അതായത് നല്ലോണം റോഡിലേക്ക് ചരിഞ്ഞു നിൽക്കുന്ന ഒരു 4 മരങ്ങൾ ഞങ്ങളുടെ കൂടെ നടന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. എഞ്ചിനീയർമാർ പറയുന്നത് കേട്ടു. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് മനസ്സിലായിട്ടായിരിക്കണം. അവിടെ നിർമ്മാണത്തിന് വേണ്ടി മരങ്ങൾ പോക്കേണ്ട ഒരു ആവശ്യമില്ല. നടപ്പാത ഉണ്ടാകുമ്പോൾ അതിനിടയ്ക്കൂടെ എല്ലാം മരങ്ങളുണ്ടെങ്കിൽ നടക്കാൻ സുഖമല്ലേ. മരമില്ലാതെ ചുട്ടുകൊള്ളുന്ന വെയിലത്ത് ആര് നടക്കാനാണ്, പ്രത്യേകിച്ച് ഇനിയുള്ള കാലഘട്ടത്തിൽ. അപ്പോൾ അതിന് 4 ഭീഷണിയായ മരങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം അവിടെ നിലനിർത്തണം എന്നുള്ളത്. പിന്നീട് വീണ്ടും അതിൻ്റെ തൽപര കക്ഷികളൊക്കെ കേസിന് പോയി, ഹൈക്കോടതി കേസിന് പോയി. ഇപ്പോൾ രാജേട്ടൻ, TV രാജൻ, നദീതട സംരക്ഷണ സമിതി, അവരൊക്കെ ഞങ്ങളുടെ കൂടെ നിന്നു. അവർ ഞങ്ങളുടെ അടുത്ത് പൈസയ്ക്ക് പ്രശ്നമുണ്ട് എങ്കിലും നമ്മളാ കഴിയുന്ന ഫണ്ടൊക്കെ കൊടുത്ത് കേസ് നടത്തി. പിന്നെ അതൊക്കെ രാജേട്ടനാണ് ഇതിന് മുൻകൈ എടുത്ത് വക്കീലിനൊക്കെ ഏർപ്പാടാക്കി. പക്ഷേ ഈ അടുത്താണ് കോടതി വിധി വന്നത്, നിങ്ങൾ മുറിക്കേണ്ടതില്ല എന്നല്ല, അതുകൊണ്ടത് സംരക്ഷിക്കപ്പെട്ടു. അങ്ങനെ ഒരു വലിയൊരു പ്രൊജക്റ്റ് ഞങ്ങൾ ചെയ്തിരുന്നു. നമ്മൾ ചെയ്ത പ്രവർത്തനം നമ്മളവിടെ ക്ലീൻ ചെയ്ത് മെഡിക്കൽ ക്യാമ്പ്, അതായത് ഞങ്ങൾ ഗാന്ധി ജയന്തിയോട് അനുബന്ധിച്ചിട്ടായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് വൃദ്ധസദനത്തിൽ. അപ്പം 2 കാര്യങ്ങളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് എന്താ പറയുക, ഒന്ന് ക്ലീൻ ചെയ്തു. അവിടെ എല്ലാ സ്ഥലവും ഞങ്ങൾ ഒരു ടീമായിട്ട് ക്ലീനിങ് നടത്തി. പിന്നെ ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് ചേട്ടന്മാരും ചേച്ചിമാരും ഡോക്ടർമാരാണ്, ഓരോ വിഭാഗത്തിലുള്ള ഡോക്ടർമാരുണ്ട്. അങ്ങനെ 3 ഡോക്ടർമാർ വെച്ചിട്ട് മെഡിക്കൽ ക്യാമ്പ് ഞങ്ങൾ നടത്തി. മെഡിക്കൽ ക്യാമ്പ് നടത്തിയിട്ട് അതേപോലെ തന്നെ അവർക്ക് വേണ്ട മരുന്നുകളും ഞങ്ങൾ കൊടുക്കുകയാണ് ചെയ്തത്. അവർക്ക് സെപ്പറേറ്റ് ബുക്കൊക്കെ ഞങ്ങൾ കൊടുത്തിട്ട് എന്താണ് അവരുടെ പ്രോബ്ലം, എന്താണ് അസുഖങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി അതിനുള്ള മരുന്ന് കാര്യങ്ങൾ കൊടുത്തു. അവരുടെ കൂടെ ഒരു ദിവസം മുഴുവൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞങ്ങൾ കുറേ പരിപാടികളുണ്ടായിരുന്നു, ഡാൻസ്, പാട്ട്,
ഒരുപാട് ഗെയിംസ് ഒക്കെ ആയിട്ട് ആ ഒരു ദിവസം മുഴുവൻ ഞങ്ങൾ അവരുടെ കൂടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളോട് കൂടുതലായിട്ട് അവർ പറഞ്ഞൊരു കാര്യം ഇനിയും വരണം, നിങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്നുള്ളൊരു രീതിയിലായിരുന്നു. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു അത്. കാരണം അവരുടെ കൂടെ അവരുടെ മക്കളായിട്ട് അവരുടെ കൊച്ചുമക്കളായിട്ട് ഞങ്ങളെല്ലാവരും നിന്നൊരു ദിവസമായിരുന്നു. ഇനിയും പോകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ സാധാരണ ഇങ്ങനെ പരിസരങ്ങളുടെ പോകുന്ന സമയത്ത് നമ്മൾ ഒന്നിച്ച് പോകുമ്പോൾ ഒരു പാട്ടൊക്കെ പാടുന്ന വേണ്ടി ഉണ്ടാവുമല്ലോ അല്ലേ? അത് ഇട്ടുണ്ടെങ്കിൽ അതിന് കുറച്ചും സാറ് കിട്ടുമല്ലോ. അപ്പോൾ കുട്ടായ്മ സംഘം സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉണ്ടാവും. പിന്നെ അല്ല, ഞങ്ങൾക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലോ. സ്കൂൾ കാലം തൊട്ടുള്ള അനുഭവങ്ങൾ. ഇവരൊക്കെ 5ാം ക്ലാസ് 6ാം ക്ലാസ് തൊട്ട് പരിശീലിക്കപ്പെടുന്ന കുട്ടികളാണ്. ഒരുപാട് ക്യാമ്പുകൾ, ചിലപ്പോൾ ചില ഫോറസ്റ്റ് ഓഫീസേഴ്സ് പോലും ഇവർ പോയ അത്രയും കാട്ടിൽ പോയിട്ടുണ്ടാവില്ല. കാരണം അത്രയും ക്യാമ്പിൽ പോയ 12 ക്യാമ്പിൽ 12 കാടുകളിലൊക്കെ പോയ കുട്ടികൾ ഇവരെ കൂട്ടത്തിലുണ്ട്. 12 കേരളത്തിലുടനീളമുള്ള 12 സാങ്ച്വറികളിൽ നാഷണൽ പാർക്കിലൊക്കെ പോയ കുട്ടികളുണ്ട്. അപ്പോൾ അത്രയും കാടായിട്ട് അറിവുള്ള, കാട് എന്താണെന്നും കാട്ടിൽ എങ്ങനെ പെരുമാറണമെന്നും ഒക്കെയുള്ള ഒരു സ്നേഹമുള്ള മക്കളാണിത്. ഈ വൃദ്ധസ്ഥാനത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇതിൻ്റെ മുന്നേ ഞങ്ങൾ ആ ബസ്സിൽ വൃദ്ധസ്ഥാനത്തിൽ പോയിരുന്നു ഓണത്തിന്, ഓർമ്മയില്ലേ? അവിടെ പിന്നെ മാതൃഭൂമിയുടെ നക്ഷത്രമരങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. ഓൾറെഡി നമ്മുടെ സ്കൂളിൽ നക്ഷത്രമരങ്ങളുണ്ട്. ഇവിടെ പരിസ്ഥിതി ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2 മരങ്ങളാണ്. ഇപ്പോൾ 200-ലധികം മരങ്ങളുണ്ട്. ഒരു 5-6 കൊല്ലം കൊണ്ടാണ് അത്രയും മരങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചത്. പരിസ്ഥിതി ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ ഫുള്ള് ഇനി ഒരു മരം നടാൻ പറ്റില്ല, അത്രയും മരങ്ങളാണ്. ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ ഫ്രീ. അപ്പോൾ അതിൽ നക്ഷത്രമരങ്ങളുണ്ട്, കരിമ്പന ഒഴികെയുള്ള എല്ലാ മരങ്ങളും. അപ്പോൾ ഇവിടെ നടാൻ പറ്റില്ല, മാതൃഭൂമി തന്നെ അത് വേസ്റ്റാക്കാൻ പറ്റില്ലല്ലോ. നമ്മളതിന് സെലക്ട് ചെയ്തത് ആ വെസ്റ്റിൽ അനാഥ മന്ദിരം എന്നാണ് അവരെ വൃദ്ധസ്ഥാനത്തിലാണ് നമ്മൾ. അവിടെ ഞങ്ങൾ ചെയ്തു. ഇതുപോലെ തന്നെ എല്ലാ ദിവസവും അവിടെ വൈകുന്നേരം പോകുമായിരുന്നു. കുട്ടികൾ ടീമായിട്ട് വരുന്നു. അവരെ കൊണ്ട് തന്നെ നടിപ്പിച്ചു. അവരുടെ നക്ഷത്രം ഉള്ളവരുണ്ടാവുമല്ലോ, അവരെ കൊണ്ട് തന്നെ നടിപ്പിച്ചു. അതിൽ ജാതിയും മതവും ഒന്നും ഇല്ലായിരുന്നു. അതിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അവിടെ ഒരു പേരെന്തായിരുന്നു, അബൂബക്കറോ അങ്ങനെ എന്തോ മരിച്ചുപോയി പാവം. അവരെ ഒരു മുസ്ലിം, അവരെ പേരിനോട് വിട്ടുപോയി. അല്ലല്ല, അയ്യോ അതൊന്നല്ല. മുമ്പ് അനാഥ മന്ദിരത്തിലല്ലോ, അന്തേവാസിയാണ് അവിടെ. മുമ്പർക്ക് വയ്യ, തീരെ കാലിനൊന്നും വയ്യ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പരിപാടിയാണ് നടന്നത്. അപ്പോൾ നാളെയാണ് ഞങ്ങൾ വരുന്നത് മരങ്ങളൊക്കെ കൊണ്ടുവച്ച്. മൂപ്പരെ ഏതോ കുടുംബക്കാരെയൊക്കെ വിളിച്ച് പള്ളിയിലൊക്കെ വിളിച്ച് അങ്ങനെയൊക്കെയോ മൂപ്പരെ ജനിച്ച ദിവസവും രജിസ്റ്ററൊക്കെ കണ്ടെത്തി രാത്രി വിളിച്ച് അടുത്ത ദിവസം മൂപ്പരെ നാളെ അശ്വതിയാണ് മൂപ്പര് കണ്ടെത്തി. അശ്വതി നാളാണ്. എന്നിട്ട് ഫസ്റ്റ് നാൾ തന്നെയാണ്. അപ്പോൾ കാഞ്ഞിരം മരം മൂപ്പരാണ് അന്ന് വിൽക്കാണ്. കാലിന് തീരെ വയ്യ, നടക്കാനല്ല. പക്ഷെ ഞങ്ങളിവിടെ വന്ന് അത് നട്ട് ആ മരം നല്ലോണം പിടിച്ചു. ഫ്രണ്ടിൽ നല്ലായിരുന്നു. പക്ഷെ മൂപ്പര് 1-2 വർഷം കഴിഞ്ഞപ്പോൾ ആള് മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര അനുഭവമാണ്. ഈ കുട്ടികളൊക്കെ കാണുകയാണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പഴയ ആൾക്കാരുടെ ആ ഒരു സ്നേഹവും ഒക്കെ. ജയൻ്റെ കൂടെ ഒക്കെ അഭിനയിച്ച ആളുണ്ട് അവിടെ, നാരായണട്ടെ. ജയൻ്റെ കൂടെ അഭിനയിച്ച ആളാണ് അങ്ങാടി എന്ന് പറഞ്ഞ ഫിലിമിൽ. അപ്പോൾ അവരൊക്കെ ഭയങ്കര സ്നേഹത്തിലാണ്. അങ്ങനെ നക്ഷത്രമരങ്ങൾ നമ്മൾ നട്ട് അതിനെ ഇവർ പിന്നെ വൈകുന്നേരങ്ങളിൽ അവർ വെള്ളം ഒഴിക്കുകയായിരുന്നു. പിന്നെ അവരവരെ നക്ഷത്രത്തിന് അവരൊരു വെള്ളം ഒഴിക്കുകയായിരുന്നു. ഞങ്ങൾ ഇടയ്ക്ക് പോയിട്ട് വളം ഇട്ട് കൊടുക്കും. എല്ലാം നല്ലോണം പിടിച്ചു. അപ്പോൾ ഒരു ഓണത്തിന് ഞങ്ങൾ ഇതുപോലെ തന്നെ അവിടെ ഒരു വർക്കിന് വേണ്ടി അവരെ കൂടെ ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ വിചാരിച്ച് ക്ലീനിങ്ങും എല്ലാം കൂടി ആയിട്ട് അന്ന് പോയിരുന്നു. അന്നാണ് വെള്ളയിൽ റെയിൽവേ സ്റ്റേഷൻ വഴിയാണല്ലോ നമ്മൾ പോവുക. വെള്ള റെയിൽവേ സ്റ്റേഷൻ നിറച്ചും കാട് കൂടി കിടക്കുക. അന്ന് രാവിലത്തെ മാതൃഭൂമി നഗര പേജിനകത്ത് പാമ്പ് നിറച്ചെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ടീം സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ഒരു ടീം വെള്ള റെയിൽവേ സ്റ്റേഷനിലേക്കും ഒരു ടീം ആ സ്പോട്ടിൽ അന്ന് രാവിലെ എല്ലാവരും മുണ്ടൊക്കെ എടുത്തിട്ട് ഓണാഘോഷത്തിൽ ചെല്ലുക. അപ്പോൾ ഒരു ടീം പെൺകുട്ടികളും കുറച്ച് ചെറിയ മക്കളൊക്കെ കൂടെ വയസ്സായ ആൾക്കാരുടെ കൂടെ അവിടെ ഓണത്തിൻ്റെ കറി റെഡിയാക്കലും ഓണപ്പാട്ട് കയറും. വലിയ ടീം സീനിയേഴ്സും കൂടെ അവിടുന്ന് കിട്ടിയ ആയുധം വെള്ളയിൽ റെയിൽവേ സ്റ്റേഷനിൽ കയറി. ഉച്ചയ്ക്ക് സദ്യയ്ക്ക് മുന്നേ റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ട് സ്റ്റേഷൻ മാസ്റ്റർ ഒഴിഞ്ഞിട്ടിട്ട് ഫുള്ള് ക്ലിയർ ഔട്ട് ചെയ്തു. ഒരു സാധനമില്ലാതെ നല്ല സ്റ്റൈലാക്കി. അടുത്ത ദിവസം പത്രത്തിലൊക്കെ വാർത്ത ചെയ്തു, മാതൃഭൂമിയിലൊക്കെ വലിയ വാർത്ത ചെയ്തു ആ സംഭവം. അപ്പോൾ അങ്ങനത്തെ പെട്ടെന്നുള്ള ഇടിപിടി വർക്കുകൾ. ഈ സ്പിരിറ്റ് ഇപ്പോൾ ഇതുണ്ടല്ലോ എല്ലാ കാലത്തേക്കും ഈ സ്പിരിറ്റ് നിലനിർത്താൻ ഏറ്റവും മറ്റേ തോന്നുന്നുണ്ടോ? പിന്നെ അതിന് കുറേ കൂടി നമ്മളെ വിശാലമായ രീതിയിൽ തന്നെ അത് മാറ്റിയെടുക്കാം. അല്ല, നമ്മളിത് തുടങ്ങിയ സമയത്ത് 2010 തുടങ്ങിയ സമയത്തൊക്കെ നമ്മൾ പലരും അറിയുന്നവരുണ്ടല്ലോ. വേണേട്ടൻ്റെ മാതിരി തന്നെ പലരും അറിയുന്നവരുണ്ട്. അപ്പോൾ പരിസ്ഥിതി പ്രവർത്തകരുണ്ട്, ഇവിടെയുള്ള അധ്യാപകരുണ്ട്, അങ്ങനെ പലരും. ഇതൊക്കെ മുന്നോട്ട് പോവുമോ, ഒരു ആവേശമല്ലേ, അങ്ങനെ മുന്നോട്ട് പോകുമെന്ന് തോന്നില്ല. കുറച്ച് കഴിയുമ്പോൾ നിൽക്കുന്നു.
പക്ഷെ ഇപ്പം എത്ര വർഷമായി? അത് പറഞ്ഞു 15 വർഷം. അതുകൊണ്ട് ഇനി കുറച്ചും കൂടി ഇതിനെ 5 വർഷമായിട്ട് നമ്മൾ തളർന്നിട്ടില്ല. പരിസ്ഥിതി ക്ലബ്ബ് ഇവിടെ തളർന്നിട്ടില്ല ഇതുവരെ. 20 വർഷത്തോളമായി. അപ്പം തളരില്ല എന്നാണ് വിചാരിക്കുന്നത്. കാരണം ഓരോ വർഷം ഇവരുടെ ഇടയിലേക്ക് പുതിയ ആൾക്കാർ വന്ന് ചേർന്നുകൊണ്ടിരിക്കുക. ഓരോ 10ാം ക്ലാസ് കഴിയുന്നതും +1 അങ്ങനെ ഒരു ടീം ഉണ്ടാവില്ലല്ലോ. നമ്മളൊരു സംഘടന ഉണ്ടെങ്കിൽ തന്നെ, എന്ത് ക്ലബ്ബ് ഉണ്ടെങ്കിലും പുറമെ ഉണ്ടെങ്കിൽ തന്നെ, ഇപ്പോൾ ഒരു വയസ്സന്മാരൊരു ടീം ഒന്നില്ല, അല്ലെങ്കിൽ ഒരു ഏജ് ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടാവുക. അതല്ലേ? അല്ലാതെ ചെറിയ കുട്ടികൾ തൊട്ട് വലിയ പ്രായം വരെ ഒരു 10-15 വർഷം കഴിയുമ്പോൾ എൻ്റെ പ്രായമുള്ളവർ കുറേ പേരുണ്ടാവും, അതേസമയം അവരെ മക്കളെ പ്രായമുള്ളവരും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് നിന്ന് പോകുന്നു തോന്നുന്നില്ല. നിന്ന് പോകാത്ത രീതിയിൽ ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന തന്നെ വിചാരിക്കുന്നു. ഈ TV രാജൻ്റെ ഭാര്യ മരിച്ചല്ലോ, ആ സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ചില ആശയങ്ങൾ ഞങ്ങൾ എങ്ങനെയാണ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി കിട്ടുന്നവരുണ്ടല്ലോ, അതിൻ്റെ ആൾക്കാർ ഉപയോഗപ്പെടുത്താനുള്ള ഒരു ആശയം മുന്നോട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു വീഡിയോ അയച്ചിരുന്നുണ്ട്. നമുക്ക് ആശയം അങ്ങോട്ട് കൈമാറാണ്. പറയാൻ ശരിയായ ആശയമാണോ തെറ്റുണ്ടോ ശരിയെന്നൊക്കെ നിങ്ങളെ അനുഭവ പരിചയമുള്ള ആൾക്കാരാണോ ഒരാൾ വീഡിയോ എല്ലാവർക്കും അയച്ചിരുന്നു. കാരണം കുട്ടികൾ അയച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല. ഇവരൊക്കെ എന്തെങ്കിലും പറയാൻ തോന്നും. ഇവരൊക്കെ കോട്ടയത്ത് നിന്ന് വന്നതാണ്. നമ്മളെ കൂട്ടത്തില് ഈ പരിപാടി പങ്കെടുക്കാൻ കോട്ടയത്തായി വന്നിരിക്കാം. കോട്ടയം മാത്രമല്ല, പാലക്കാടുള്ള ആളുണ്ട്. ഇതിന്റെ പ്രസിഡന്റ് പാലക്കാട്ടുകാരനാണ്, അർജുനൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കട്ടെ, ഇങ്ങനെ സാധനം കേരളത്തിലെന്നാണ് തോന്നുന്നു. ഇങ്ങനെ കോട്ടയത്ത് അവിടെ നിന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു ഡെഡിക്കേറ്റ് വർക്ക് ചെയ്ത ട്രൂപ്പ്. അപ്പോൾ ഏതായാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മളെപ്പോലെ ആൾക്കാർ സഹായിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ നോക്കി അതിലൊന്നും ചെയ്യാൻ പറ്റും, അത് ചെയ്യാം. നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് അല്ല, നമ്മളെ ഈ മുത്തങ്ങയിലുള്ള ഈ സെന്ന ഈ മഞ്ഞക്കൊന്ന പ്രൊജക്റ്റ് ഉണ്ടല്ലോ, ഇത് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ പലരും ഇത് തുടക്കത്തിൽ വയനാട്ടിൽ നിന്നൊക്കെ പല ആൾക്കാരും വിളിച്ചിരുന്നു ഇതിനു വേണ്ടി. ഇതിൻ്റെ ഈ ആനിമൽ മാൻ കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘടന. മൃഗങ്ങൾ പുറത്തേ ഇറങ്ങുന്നതിന് ഒരു കാരണം ഈ മഞ്ഞക്കൊന്നയാണ്. കാരണം അടിക്കാടില്ല, അവർക്ക് ഭക്ഷണമില്ല. വയനാട്ടിൽ ആകെ 300 കിലോമീറ്റർ കാടാണ് ഉള്ളത്. 100 കിലോമീറ്റർ അധികം ഇതായി ഒരു ഭാഗം കഴിഞ്ഞു. അപ്പൊ പിന്നെ മാനിന് തിന്നാൻ ഫുഡില്ല, കാട്ടിക്ക് തിന്നാൻ ഫുഡില്ല, കാട്ടിക്ക് തിന്നാൻ ഫുഡില്ല. അപ്പോ അവരൊക്കെ വേറെ എന്ത് ചെയ്യും? വേറെ കാട്ടിനുള്ളിലേക്ക് കയറിപ്പോവും. അപ്പൊ കടുവയും പുലിക്കും ഒക്കെ തിന്നാൻ ഭക്ഷണം ഇല്ലാതാവും, അവര് നാട്ടിലേക്ക് ഇറങ്ങും. ആനക്കൂട്ട് അതുപോലെ തന്നെ നാട്ടിലേക്ക് ഇറങ്ങും, ഭക്ഷണം ഇല്ലാതാവുമ്പോൾ ഇത് സംഭവം. അപ്പോൾ അതുകൊണ്ട് അവിടെ ഉള്ളവർ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം കണ്ട് വിളിക്കുന്നുണ്ടായിരുന്നു ചിലരൊക്കെ. നിങ്ങൾ പച്ചയ്ക്ക് പറഞ്ഞവരുണ്ട്, നിങ്ങൾ കുട്ടികളെ കൊണ്ട് വിഡ്ഢിത്തര ചെയ്യിക്കുന്നു, നിങ്ങളൊരു അധ്യാപകനല്ലേ എന്നൊക്കെ എന്നോട് വെച്ചിട്ടുണ്ട്. അധ്യാപകൻ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ വിഡ്ഢിത്തരം ചെയ്യിക്കാൻ പറ്റുമോ? കാരണം ഇത് ഒരിക്കലും ഈ ഒരു സാധനമാണ്. അപ്പോൾ ഞങ്ങളെ ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ ഈ കാര്യം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സക്സസ് ആവില്ല, നമ്മൾ വിജയിക്കില്ല, നമ്മൾ തോക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇറങ്ങിയ ഒരിതാണ്. അല്ല, അതങ്ങനെയല്ല വേണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ 100 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിലുള്ള മഞ്ഞക്കൊന്ന ഫുള്ളായിട്ട് നമ്മൾ തോല് റിമൂവ് ചെയ്ത് ഒരു 75% ഇത് റിമൂവ് ചെയ്യണമെങ്കിൽ, ഒഴിവാക്കിയിട്ട് കാരണം തിരിച്ചെടുക്കണമെങ്കിൽ ഇപ്പം +1 ഇറങ്ങുന്ന കുട്ടി നിങ്ങളുടെ പ്രായം എത്തിയാലും തീരില്ല. അപ്പോൾ പിന്നെ നമുക്ക് തോക്കൊന്നും ഉറപ്പല്ലേ. പക്ഷെ നമ്മളെ ഉദ്ദേശം അതല്ല. നമ്മളെ ഉദ്ദേശം ഇതിൽ കൂടുതൽ ആൾക്കാരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക, കൂടുതൽ ആൾക്കാർ ഇതിനെപ്പറ്റി അറിയുക. കാരണം ഇതെന്താണ് സംഭവം, ഇതെന്ത് ചെയ്യും, ഇതിന് പശ്ചിമഘട്ടത്തിൽ നിന്ന് ഇതിനെ എങ്ങനെ ഒഴിവാക്കാനുള്ള മാർഗ്ഗങ്ങൾ, ഇതൊക്കെ കണ്ട് ഒരു ടീം ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ഇതിന് ഫുള്ള് ഞങ്ങൾ പോസിറ്റീവായിട്ടുള്ള സാധനം മാത്രമേ ഞങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു. മാധ്യമങ്ങളോട് ഞങ്ങൾ പറയും, ദയവ് ചെയ്ത് നെഗറ്റീവ് ന്യൂസ് കൊടുക്കരുത്. ഫോറസ്റ്റുകാരെയോ അല്ലെങ്കിൽ ചെയ്യുന്നവരെയോ വേറെ ആരെയും ഇതിനെപ്പറ്റി കുറ്റപ്പെടുത്തരുത്. കാരണം അവർ ചെയ്യുന്നുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അഴിമതികൾ നടക്കുന്നുണ്ടാവാം, അതിന് വകവെച്ചു അതിന് ഇത് കൊടുക്കണം എന്നല്ല പറയുന്നത്, അഴിമതിക്ക് കൂട്ടു നിൽക്കണം എന്നല്ല പറയുന്നത്. പക്ഷെ കഴിഞ്ഞത് കഴിഞ്ഞു, ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തു. പക്ഷേ ഇനി ഇതിനെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗം എല്ലാവരും കൂടി ഒരുമിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഒന്നുമില്ലാതെ ഒരുമിച്ച് മുന്നോട്ട് പോവുക. ഇപ്പോൾ വേറൊരു ടീം വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്, വേറൊരു ടീം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള കാര്യം. അല്ലാതെ അവരോടൊരു വാശിയോ വൈരാഗ്യമോ സാധാരണ എങ്ങനെ നമ്മളെക്കാട്ടി വലിയൊരു ടീം അവിടെ ചെയ്യുന്നുണ്ട് അങ്ങനൊരു ചിന്ത ഞങ്ങൾക്ക് വന്നിട്ടില്ല, വരികയില്ല. കാരണം അവരവിടെ ചെയ്യുന്നുണ്ട്, അവരെ കൂടെ നിൽക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അപ്പോൾ അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇനി അവരാണ് നമ്മളെ മാതൃകയായി വന്നത്. അപ്പോൾ ഇനി ഒരു ടീം അതുപോലെ നമ്മളെ കൂടെ കൂടാൻ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഇതുപോലെ തീർച്ചയായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തുണ്ടെങ്കിലും അവർ കൂടെ നിൽക്കുകയുള്ളൂ. അല്ലാതെ ഇതിന് വേറെ അതിനിടയിൽ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കലും അങ്ങനത്തെ പരിപാടിക്ക് ഞങ്ങൾ പോവുകയില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് ആളറിഞ്ഞിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഞങ്ങളിപ്പോൾ 200 പേര്, ചിലപ്പോൾ 2000 2 ലക്ഷം ആവാം ആൾക്കാർ. സൈലന്റ് വാലി അറിയാമല്ലോ, സൈലന്റ് വാലി അങ്ങനെ വന്നൊരു സംഭവമല്ലേ. അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് സൈലന്റ് വാലി ഉണ്ടാവുമായിരുന്നോ? അവിടെ അന്ന് അണക്കെട്ട് വന്നിട്ടുണ്ടാവില്ലേ? അതുപോലെ ഇത് സൈലന്റ് വാലിനെക്കാട്ടി ഭീകരമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഫുള്ള് പശ്ചിമഘട്ടം പടർന്ന് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? നമ്മൾ ആവാസ വ്യവസ്ഥ തന്നെ തകിടം പറഞ്ഞില്ലേ. താങ്ക് യു സാറേ.
ആരെ വിഭാഗത്തിനായിരിക്കും അല്ലേ? ഇതൊക്കെ ഉണ്ടാവും. മോനുണ്ട്, മോന് റൂട്ടിലുണ്ട്, അവനും വരും, ഞങ്ങളോട് വരും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ വാർഡൻ ഇറങ്ങി വരിക, ഇവന്റെ പുറകിൽ അവനാ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സംസാരിച്ച ശേഷം മോനാ തന്നത്. ഓ, കുടുംബസമേതം ഇന്ന് ഇറങ്ങിയിരിക്കാണോ? ഓക്കെ, നമുക്ക് ലോകം അറിയപ്പെടുന്ന ആളാണ്. ആ, പിന്നെ